ഹലോ, വെൽക്കം ടു യുവർ യൂട്യൂബ് ചാനൽ മണക്കാരൻ വ്ളോഗ്സ്. ഇന്ന് വീണ്ടും ഒരു മീൻ കറി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നല്ലൊരു അടിപൊളി പുളിയിട്ട അയലക്കറിയാണ് വെക്കാൻ പോകുന്നത്. അതിന് ആവശ്യമായിട്ടുള്ളത് നമുക്ക് നോക്കാം. ഞാനൊരു 2 അയലയാണ് എടുത്തിരിക്കുന്നത്. അത് നല്ല വൃത്തിയായിട്ട് കഴുകി പീസാക്കി വെച്ചിട്ടുണ്ട്. ആവശ്യത്തിന് ചുവന്നുള്ളിയും ചെറുതായിട്ട് അരിഞ്ഞത്, വെളുത്തുള്ളി ഒരു 7-8 എണ്ണം, അതും ചെറുതായിട്ട് അരിഞ്ഞത്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, അതും ചെറുതായിട്ട് അരിഞ്ഞത്. പിന്നെ ഞാൻ ആവശ്യത്തിന് പുളി എടുത്തിട്ടുണ്ട്. ചെറിയൊരു ചൂട് വെള്ളത്തിൽ ഇട്ട് വെച്ചേക്കാണ്. പിന്നെ ആവശ്യത്തിന് പൊടികൾ: ഒരു 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇതെല്ലാം കൂടെ കുറച്ച് വെള്ളം ഒഴിച്ച് കുഴച്ച് വെച്ചിരിക്കുകയാണ്. ഇങ്ങനെ വെക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഈ മസാല മൂപ്പിക്കുമ്പം, അതായത് ഈ പൊടികളെല്ലാം മൂപ്പിക്കുമ്പോൾ പെട്ടെന്ന് കരിഞ്ഞു പോകത്തില്ല. അതുകൊണ്ടാണ് ഞാൻ വെള്ളം ഒഴിച്ചിങ്ങനെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ചട്ടി വെച്ച് ചൂടാക്കാം. ചൂടായ ചട്ടിയിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കടുകിടാം. കടുക് ഒന്ന് പൊട്ടി വരുമ്പം അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉലുവയും കൂടെ ചേർക്കാം. ഉലുവ പൊടി ചേർക്കുന്നവർക്ക് അങ്ങനെയും ചേർക്കാം. ഞാനിവിടെ ഉലുവയാണ് ചേർക്കുന്നത്. അതുകൊണ്ട് ഞാൻ നേരത്തെ കടുക് പൊട്ടിച്ചതിന് ശേഷം തന്നെ ഉലുവ ചേർക്കുകയാണ്. ഉലുവയും ജസ്റ്റ് ഒന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചുവന്നുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, അതെല്ലാം ചേർത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. അതിലേക്ക് പിന്നെ നേരത്തെ കുഴച്ച് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന പൊടിയും കൂടെ ചേർത്ത് നമ്മൾ ഇളക്കുകയാണ്. അതിലേക്ക് നമ്മൾ വെള്ളത്തിൽ കൂത്ത് വെച്ചിരുന്ന പുളി, ആവശ്യത്തിന് പുളി, ഇവിടെ ഞാൻ 4 പുളിയാണ് എടുക്കുന്നത്. നമ്മുടെ പുളി അതായത് ഓരോ പുളിയുടെയും അളവിനനുസരിച്ച് നമുക്ക് ചേർക്കാവുന്നതാണ്. പുളി കൂടുതൽ വേണ്ടവർക്ക് പുളി അതിനനുസരിച്ച് ഇടാം. അപ്പോൾ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഒരു കപ്പ് വെള്ളമാണ്, നമ്മുടെ മീൻ അളവിനനുസരിച്ച് നമ്മുടെ വെള്ളം ആവശ്യത്തിന് ഒഴിക്കുക. അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഉപ്പിടാം. ഉപ്പിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് നമുക്കിനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള കറിവേപ്പില ഇട്ട് നമുക്കിതൊന്ന് അടച്ചു വെച്ച് തിളപ്പിക്കാൻ വെക്കാം. ഇപ്പം നല്ലതുപോലെ തിളച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങൾ നമുക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ഞാനിരുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കണമെങ്കിൽ അതിനോടൊപ്പമുള്ള ബെൽ ബട്ടണോടെ ക്ലിക്ക് ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങൾ ലൈക്സും കമൻറ്റുമാണ് എൻ്റെ സപ്പോർട്ട്. സോ എല്ലാം ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അങ്ങനെ നമ്മുടെ മീൻ കഷ്ണങ്ങളെല്ലാം ഇട്ടു. ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഒരുപാട് അങ്ങിട്ട് ഇളക്കരുത്, കഷ്ണങ്ങളൊക്കെ പൊടിഞ്ഞു പോകും. സോ അതുകൊണ്ട് പതുക്കെ ഒന്ന് ഇളക്കി അതിനകത്തൊന്ന് മുങ്ങിക്കിടക്കുന്ന രീതി ഒന്ന് ഇളക്കി കൊടുക്കുക. ഒരു 10-15 മിനിറ്റ് ആകുമ്പോഴത്തേക്ക് നമ്മുടെ കറി സെറ്റാവും. ഒന്ന് അടച്ചു വെച്ച് നമുക്ക് അത്രയും നേരം വെയിറ്റ് ചെയ്യാം. നമ്മൾ കാത്തിരുന്ന് നമ്മുടെ മീൻ കറി ഏകദേശം റെഡി ആയിട്ടുണ്ട്. നമുക്ക് കാണാൻ തന്നെ പറ്റും, ആ ചാർക്ക് കുറുകി നല്ല പരുവത്തിനെത്തിയിട്ടുണ്ട്. ഇനി നമ്മൾ ഉടനെ തുറന്നു നോക്കരുത്. സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം നമ്മൾ ഒരു 5 മിനിറ്റ് ആ തിളയൊക്കെ ഒന്ന് നിൽക്കുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. വെയിറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ തുറന്നു നോക്കുമ്പം നല്ല എണ്ണയൊക്കെ തെളിഞ്ഞ് നമ്മുടെ മീൻ കറി അടിപൊളിയായിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.